സൗത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ വലിയ വിഭാഗം വോട്ടുകൾ BJPയിലൊക്കെ പോയിട്ടുള്ളത് എന്നാണ് കണക്കുകൾ കാണുന്നത്. ആ രീതിയിൽ സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രവണത ഈ തിരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു ഒരു പ്രധാന ചർച്ചാ വിഷയം. വളരെ ചെറിയ ന്യൂനപക്ഷമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അത് അത്രമാത്രം പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായക്കാര്യത്തിൽ. INL നേതാവ് അഹമ്മദ് ദേവർകോവിലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഒരു വലിയ പ്രചാരണത്തിനൊടുവിൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. INL ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയോ? ഞങ്ങൾ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ മാസം 12-ാം തീയതിയും 13-ാം തീയതി പ്രവർത്തക സമിതിയും ചേരുന്നുണ്ട്. വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ അക്കാര്യത്തിൽ വ്യക്തമായൊരു കാര്യം തുറന്നു പറയാൻ കഴിയുകയുള്ളൂ. പ്രാഥമിക ഘട്ടത്തിലുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? സൗത്തിൽ താങ്കൾ മത്സരിക്കുക കൂടി ചെയ്ത പശ്ചാത്തലമുണ്ട്. ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടേണ്ട വോട്ടുകളിൽ കുറവുകളുണ്ടായിട്ടുണ്ട്. നമ്മുടെ സൗത്ത് മണ്ഡലത്തിലും തൊട്ടടുത്ത നിയോജക മണ്ഡലങ്ങളിലൊക്കെ തന്നെ വോട്ടുകളിൽ വലിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. സൗത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ വലിയ വിഭാഗം വോട്ടുകൾ BJPയിലൊക്കെ പോയിട്ടുള്ളത് എന്നാണ് കണക്കുകൾ കാണുന്നത്. ആ രീതിയിൽ സാധാരണ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രവണത ഈ തിരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി സാധിക്കും. BJP എത്രമാത്രം മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്? നമുക്കറിയാം, പ്രത്യേകിച്ച് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. BJPക്ക് അതിനകത്ത് രാഷ്ട്രീയമായി നേടുന്ന വോട്ടുകളുടെ പരിമിതിയുമുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അതിൻ്റെ ഒരു ഡീറ്റെയിൽഡായ പഠനം നടത്താനിരിക്കുന്നതേ ഉള്ളൂ. പ്രാഥമികമായി വോട്ടുകളുടെ എണ്ണത്തിൽ വന്ന കുറവുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ വോട്ടുകൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റു ഡീറ്റെയിലായുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ പാർട്ടിയുടെ യോഗവും LDFൻ്റെ യോഗവും ഒക്കെ ചേർന്ന ശേഷം മാത്രമേ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി കഴിയുള്ളൂ. മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള ഒരാൾ കൂടെയായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് വെറുതെ ഒരു ഘടകകക്ഷി എന്നതിലപ്പുറത്ത് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വലുതുമാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്ന സമയത്തും ആളുകൾക്ക് ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് തിരിച്ചടിയായിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു വസ്തുതയുണ്ട്. ഓരോ 5 വർഷക്കാലവും കഴിയുമ്പോഴും ഒരു ചേഞ്ച് വേണം എന്ന് പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. സാധാരണഗതിയിൽ 5 വർഷം LDF ഭരിച്ചാൽ തൊട്ടടുത്ത 5 വർഷം UDF എന്നതായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ. അതിനൊരു മാറ്റം വന്നത് 2021 തെരഞ്ഞെടുപ്പിലാണ്. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന LDF സർക്കാരിന് ഒരു തുടർച്ച ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഞങ്ങൾ ധരിച്ചത് ഒരു 3-ാം ഊഴം കൂടി ലഭിക്കും എന്നായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഈ തെരഞ്ഞെടുപ്പിൽ 3-ാം ഊഴം ലഭ്യമായില്ല എന്ന് മാത്രമല്ല UDF വളരെ നല്ല മാർജിനോടുകൂടി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് 20 വർഷത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കോഴിക്കോടൊന്നും കോൺഗ്രസ്സിന് അത്ര വലിയ വളർച്ചയൊന്നും, ശങ്കരനൊപ്പം തന്നെ നമുക്കറിയാം സുജന ബാലൊക്കെ ജയിച്ചതിന് ശേഷം അത്രയൊരു ചരിത്രമില്ല. പക്ഷേ നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സിനാരിയോ നോക്കുകയാണെങ്കിൽ പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം പോലുള്ള മേഖലകളിലൊക്കെ തന്നെ ഇടത് കോട്ടകൾ എന്നറിയപ്പെടുന്ന വടകര ഉൾപ്പെടെയുള്ള കോട്ടകളൊന്നുമില്ല, ബാലുശ്ശേരി ഉൾപ്പെടെ. ഈ ആരെ നിർത്തിയാലും വിജയിച്ച് കയറാവുന്ന മണ്ഡലങ്ങളെന്ന് ഒരു പക്ഷേ ഒറ്റ നോട്ടത്തിൽ വിചാരിക്കാവുന്ന പല മണ്ഡലങ്ങളുമാണ് കൈവിട്ടത്. നമുക്ക് ഇടതുപക്ഷ വരുന്ന വർഷം 5 വർഷം അങ്ങനെ മാറുന്ന മനസ്സ് എന്നൊക്കെ പറയുന്ന സമയത്തും അടിസ്ഥാനപരമായി വോട്ടുകളിൽ വലിയ തരത്തിലുള്ള അടിയൊഴുക്കുകളല്ലേ ഉണ്ടായിട്ടുള്ളത്? അല്ല, ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മാത്രമല്ലല്ലോ നടന്നിട്ടുള്ളത്. തൊട്ടടുത്ത നമ്മുടെ സംസ്ഥാനമായ തമിഴ്നാട്ടിലും ബംഗാളിലും ആസാമിലും പുതുശ്ശേരിയിലുമൊക്കെ തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. അവിടെ നിന്നുള്ള റിസൾട്ട് എടുത്ത് പരിശോധിച്ചാലും നമുക്കറിയാം ഭൂരിപക്ഷം സ്റ്റേറ്റുകളിലും BJPയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വോട്ടിങ്ങും ജയിക്കുക സ്ഥാനാർത്ഥികളെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു വർഗീയമായ ചേരിതിരിവ് പല പ്രദേശങ്ങളിലുമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ആസാമിൽ കോൺഗ്രസിൻ്റെ 17 സ്ഥാനാർത്ഥികൾ ജയിച്ചതിൽ 16 പേര് മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം BJPയിൽ ജയിച്ചിരിക്കുന്നത് മുഴുവനും മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്നാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് ദുഃഖകരമായൊരു വസ്തുതയാണ്. അപ്പോൾ തദ്ദേശസ്ഥാനത്ത് തമിഴ്നാട്ടിൽ വളരെ നല്ല ഭരണമായിരുന്നു സ്റ്റാലിൻ കാഴ്ചവെച്ചത്. അദ്ദേഹം തിരിച്ചു വരും എന്ന കാര്യം എല്ലാവരും ഉറപ്പിച്ചതാണ്. പക്ഷെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത 6 മാസം മുമ്പ് തട്ടിക്കൂട്ടിയ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു സിംഹാടൻ്റെ വിജയൻ്റെ പാർട്ടി അധികാരത്തിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നതാണ് നമുക്കവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പശ്ചിമ ബംഗാളിൽ നിലവുണ്ടായിരുന്ന മുഖ്യമന്ത്രി മമത തെരഞ്ഞെടുപ്പ് പോലും യഥാർത്ഥ രീതിയിലല്ല നടന്നിട്ടുള്ളതും അതൊരു പിടിച്ചുപറി പോലെയാണ് അനുഭവപ്പെട്ടത് എന്ന് പറഞ്ഞ് രാജി കൊടുക്കാൻ പോലും തയ്യാറാക്കാത്തൊരു സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു ദേശീയ തലത്തിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായ ഒരു ചലനം രൂപപ്പെട്ടു വരുന്നു എന്ന വസ്തുത നമുക്ക് വിസ്മരിച്ചുകൂടാ. സ്വാഭാവികമായും കേരളത്തിൽ നിലവിലുള്ള
ഭരണകൂടത്തിൽ നിന്നൊരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത്തരമൊരു ചേഞ്ചിന് വേണ്ടി വോട്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ 5 വർഷം കൂടുമ്പോഴാണ് അങ്ങനെ ആഗ്രഹിച്ചതെങ്കിൽ ഇപ്പോൾ 10 വർഷത്തിന് ശേഷം ആണ് അങ്ങനെ ആലോചിച്ചത് എന്ന ഒരു പ്രത്യേകത കൂടെ അതിനുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം വലിയ അർത്ഥത്തിൽ നടന്നു എന്നുള്ളതല്ലേ ഒരു പ്രാഥമിക ഘട്ടത്തിൽ തന്നെ നമ്മുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്? ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമില്ലാത്ത ജില്ലകളിലും ഇടതു മുന്നണിക്ക് ഇപ്രാവശ്യം തിരിച്ചടിയുണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 5ഓളം ജില്ലകളിൽ LDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. സ്വാഭാവികമായും നമുക്കറിയാം ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ വലിയ കുറേയേറെ സംഘടനകൾ UDFനോടൊപ്പമായിരുന്നു. മുസ്ലിം സമുദായത്തിലെ ഏതാണ്ട് എല്ലാ സംഘടനകളും UDFനോടൊപ്പമായിരുന്നു. ആ നിലക്ക് ഭൂരിപക്ഷം വരുന്ന വോട്ടുകൾ ഒരുപക്ഷെ ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷം വരുന്ന വോട്ടുകൾ UDFന് അനുകൂലമായി മാറിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇടതുപക്ഷത്തോടൊപ്പവും വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ചില പ്രദേശങ്ങളിലെ വോട്ടിംഗ് നിരയെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഒരു ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. ഒരു തിരുത്തൽ ആണ് പലപ്പോഴും ഘടകകക്ഷികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഏതൊരു മുന്നണിയാണെങ്കിലും. അത്തരത്തിലൊരു തിരുത്തലാകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് മുമ്പ് CPI ആയിരുന്നെങ്കിൽ, ജനതാദളായിരുന്നെങ്കിൽ, അതിൻ്റെ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് INL പോലും പല ഘട്ടങ്ങളിലും അങ്ങനെയുള്ള ഒരു തിരുത്തലാകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ അടിയൊഴുക്കുകൾ സംഭവിക്കുന്നുണ്ട്. അതിനകത്തൊന്നും ഈ ഘടകകക്ഷികൾക്ക് ശബ്ദമില്ലാതെ പോയ ഒരു 10 വർഷം കൂടെയല്ലേ സത്യത്തിൽ കടന്നുപോയത്? ഘടകകക്ഷികൾ എന്ന നിലക്ക് ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ LDF കമ്മിറ്റികൾ രേഖപ്പെടുത്താറുണ്ട്. അത് ഏതെങ്കിലും പ്രധാന കക്ഷി എന്ത് പറയുന്നു എന്ന് നോക്കി അതിനനുസരിച്ച് അഭിപ്രായം പറയുന്ന രീതിയല്ല. ഓരോ പാർട്ടിക്കും പാർട്ടിയുടേതായ അഭിപ്രായങ്ങളുണ്ടാകും. അത് ഞങ്ങൾ രേഖപ്പെടുത്തും. പലപ്പോഴും ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസൃതമായിരിക്കും തീരുമാനങ്ങൾ ഉരുത്തിരിയുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളുള്ളൊരു മുന്നണി എന്ന നിലക്ക് തന്നെ എല്ലാ വിഷയങ്ങളിലും എല്ലാ പാർട്ടികൾക്കും ഒരേ അഭിപ്രായം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് പരിശോധിച്ചുകൊണ്ട് ഏതാണ്ട് എല്ലാവർക്കും യോജിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ LDF ലോകത്തിലും ആ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഒരു യുവനിരയെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ UDF സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 2021 നിന്ന് LDF മത്സരിച്ച അതേ ലിസ്റ്റിൽ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിക്കൊണ്ടുള്ളൊരു ലിസ്റ്റാണ് ഒരു സാധാരണ ഒരു വോട്ടർക്ക് നോക്കിയാൽ കാണാനാകുന്നത്. ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ എന്ന് പറയുന്ന സംഭവം അതിനകത്തൊക്കെ നമുക്ക് നിഴലിക്കുന്നുണ്ട്. ഈ ശൈലജ ടീച്ചറെ മത്സരിപ്പിച്ച വിഷയങ്ങളിൽ ഉൾപ്പെടെ വലിയ തരത്തിൽ ആളുകളെ വിശ്വാസത്തിലെടുക്കാത്ത തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ അമ്പേ പരാജയപ്പെട്ട രീതിയല്ലേ? 2021 മുതൽ 2026 വരെ കേരളത്തിൽ നടത്തിയിട്ടുള്ള LDFൻ്റെ 5 വർഷക്കാലത്തെ ഭരണം വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾ മാത്രം ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചാൽ അത് വോട്ടായി മാറും എന്ന ഉറച്ച വിശ്വാസമായിരുന്നു LDFനുള്ളത്. അതോടൊപ്പം തന്നെ LDFൻ്റെ MLAമാരെക്കുറിച്ച് ആർക്കും പരാതി ഉണ്ടായിരുന്നില്ല. ജനവികാരം അറിഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന പ്രവർത്തനമാണ് എല്ലാ MLAമാരും കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന പൊതുവായ ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ ആവശ്യമില്ല എന്ന നിലപാടിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. കാരണം കേരളത്തിൻ്റെ ഭരണകൂടത്തിനെതിരായൊരു വികാരമില്ല, കേരളത്തിലെ നിലവിലുള്ള LDF MLAമാർക്കെതിരായ വികാരമില്ലാത്ത ഒരു സ്ഥിതിക്ക് സ്വാഭാവികമായും അവർ തന്നെ മത്സരിക്കട്ടെ എന്നൊരു നിലപാടിലാണ് LDF എത്തിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 3ാം വോട്ടിന് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു മാറ്റത്തെക്കുറിച്ച് അന്ന് ആലോചിച്ചിട്ടില്ല. ഇനി എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കരുത്തുറ്റതാക്കാനുള്ള തീരുമാനങ്ങളിൽ INLൻ്റെ സംഭാവന എന്തായിരിക്കും? എല്ലാ പാർട്ടികളും താഴേക്കിടയിലുള്ള പ്രവർത്തകന്മാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസൃതമായി വിവിധ കമ്മിറ്റികളിൽ ചേർന്നുകൊണ്ട് എല്ലാ കമ്മിറ്റികളിലും ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ആ ജനവികാരം എന്ത് എന്ന കാര്യത്തെ ഒന്ന് ഒപ്പിയെടുത്തുകൊണ്ട് LDFൽ അവതരിപ്പിക്കണം എന്നാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിൽ എല്ലാ ഘടകകക്ഷികളും താഴേക്കിടയിൽ സാധാരണ ജനങ്ങളെ കേൾക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക, അതിനനുസരിച്ച് ജനങ്ങളിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ടായിരിക്കും തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. ഒന്ന്. രണ്ടാമത്തത്, ഒരു ഇടതുപക്ഷം എന്ന നിലക്ക് സ്വാഭാവികമായും അടിസ്ഥാന വർഗത്തിൻ്റെ മോചനത്തിന് ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റാണ്. നമുക്കറിയാം വിവിധ പെൻഷനുകൾ വളരെ കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഗവൺമെൻറ്റിന്. സാമ്പത്തികമായ വലിയ ഞെരുക്കം കേന്ദ്രം പലപ്പോഴും
കേരളത്തിന് അർഹതപ്പെട്ടത് പിടിച്ചുപെട്ട ഘട്ടത്തിൽ പോലും ഇവിടെ ഒന്നും മുടങ്ങാത്ത രീതിയിൽ സംവിധാനം ഉണ്ടാക്കാൻ ഈ ഗവൺമെൻറ് സാധിച്ചിരുന്നു എന്നൊരു വസ്തുതയാണ്. എന്നാൽ എന്തുകൊണ്ടോ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെതിരായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ്. അതിൻ്റെ കാരണം കണ്ടെത്തി ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളുടെ വിചാരങ്ങൾക്കനുസൃതമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, എന്നാൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ പുതിയ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗവൺമെൻറ്റിനോട് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിലപാടുമായിട്ടായിരിക്കും LDF മുന്നോട്ട് പോവുക. BJPയുടെ വളർച്ച അത് വളരെ ഗൗരവത്തിലെടുക്കുന്നുണ്ടോ? അതിനെ തടയിടാൻ എന്താണ് മുന്നിലുള്ള പദ്ധതി? ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗങ്ങളിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു ഒരു പ്രധാന ചർച്ചാ വിഷയം. ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ എത്ര വോട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് തന്നെ വലിയ ചോദ്യമാണ്. ഈ ഘട്ടത്തിൽ അനാവശ്യമായ വിഷയങ്ങൾ അതൊരു സമുദായത്തിനെ വല്ലാതെ ഭീതിയിലേക്ക് തള്ളിയിട്ടോ എന്നുള്ള ഒരു വളരെ ഗൗരവമേറിയ വിഷയം കൂടെ ഇല്ലേ? ക്യാമ്പയിൻ പാളിപ്പോയോ? അല്ല, ആ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുണ്ടാവും. ഞങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ മുന്നണിക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ ചെറിയ ന്യൂനപക്ഷമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അത് അത്രമാത്രം പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായക്കാര്യത്തിൽ. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊടിപോടുമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും LDF ഉണ്ടായിട്ട് വിധിയെഴുത്ത് അതുകൊണ്ടാണ് എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ക്യാമ്പയിൻ സത്യത്തിൽ ഈ പറഞ്ഞ പോലെ പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടിരുന്ന ഒന്നായിരുന്നില്ല. അല്ല, അതിനെക്കുറിച്ച് ഞങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ LDF നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം പിന്നെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു പുനഃപരിശോധന ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. BJP ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇതേ കാര്യമാണ്. ഇന്നിപ്പോൾ രാവിലെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടതും ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. ഒരു പൊതുസമൂഹത്തിന് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമായിരിക്കും UDF ജയിച്ചാൽ കാര്യങ്ങൾ തീരുമാനിക്കുക. ഈ ഒരു ഭീതി യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ BJPയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ലേ സത്യത്തിൽ രൂപപ്പെട്ടു വരുന്നത്? ആ ഗൗരവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചറിയുന്നുണ്ടോ? ഇവിടെ BJP നമുക്കറിയാം ഹൈന്ദവ സമുദായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അവർക്ക് മറ്റ് ഘടകങ്ങൾ അനുകൂലമായി ലഭിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് അവർ മുസ്ലിം സംഘടനകളെ മൊത്തം വർഗീയമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ക്രിസ്ത്യൻ മൈനോറിറ്റിയെയും വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു LDF എന്ന് പറയുന്ന ഒരു മതേതര മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഏതെങ്കിലും പ്രത്യേക മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗങ്ങളോട് പ്രത്യേക തരത്തിൽ വിരോധം കാണിക്കാനോ ഒരിക്കലും കഴിയില്ല. എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സമീപനമാണ് LDF എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അത് മാത്രമേ സ്വീകരിക്കാനും കഴിയുകയുള്ളൂ. വർഗീയത ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവർക്ക് ഒരു വൈകാരികതയുടെ പേരിൽ പെട്ടെന്ന് വളർന്നു വരാൻ സാധിച്ചേക്കും. അത് മുസ്ലിം വർഗീയതയായാലും ക്രൈസ്തവ വർഗീയതയായാലും ഹിന്ദു വർഗീയതയായാലും അതല്ലാത്ത ദേശീയ തലത്തിലുള്ള ചില ഭാഷകളുടെയും ജാതികളുടെയും വർഗങ്ങളുടെയും ഒക്കെ പേരുള്ള വർഗീയതയായാലും എല്ലാം എതിർക്കപ്പെടേണ്ടതാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. താൽക്കാലിക ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയമായി ഇങ്ങനെ വർഗീയതയെ നമ്മൾ പരിപോഷിപ്പിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യം ഛിന്ന ഭിന്നമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ഒരു മതേതര കാഴ്ചപ്പാടുള്ള മുന്നണി എന്ന നിലക്ക് ഇടതുപക്ഷ മുന്നണിക്ക് ഒരിക്കലും എന്ത് നഷ്ടം സംഭവിച്ചാലും ശരി ഇത്തരമൊരു നിലപാടിലേക്ക് പോകാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തികഞ്ഞ മതനിരപേക്ഷ നിലപാടുമായി തന്നെ LDF മുന്നോട്ട് പോകും. സംഘടനാപരമായ ഒരു പുനഃസംഘടന എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതിനകത്തൊരു റീസ്ട്രക്ചറൽ പരിപാടികൾ നടന്നിട്ടില്ലെങ്കിൽ ഇനിയുള്ള മുന്നോട്ട് പോക്ക് പ്രതിസന്ധി ഉണ്ടാക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഓരോ പാർട്ടിയെ സംബന്ധിച്ചും എന്നുള്ളതും നിർണായകമല്ലേ? LDF ഓരോ പാർട്ടിയും താഴേക്കിടയിലുള്ള ജനങ്ങളെ കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസൃതമായി ആവശ്യമായ തിരുത്തലുകൾ നടത്തി മുന്നോട്ട് പോകണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. തെറ്റുകൾ സംഭവിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളില്ല. മനുഷ്യ സഹജമാണ് തെറ്റുകൾ സംഭവിക്കും. തെറ്റുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള മനസ്സാണ് രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടായിരുന്നത്. അത് എക്കാലത്തും LDF ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും ഞങ്ങൾ മുന്നോട്ട് ശ്രമിക്കുക. LDF ശക്തമായ വിഷയങ്ങൾ ഉന്നയിച്ച് കൂടെ തന്നെ ഉണ്ടാകും. തീർച്ചയായും ഇന്ത്യയിലെ ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ഒരു മതേതര ബദൽ എന്ന് പറയാനുള്ളത് ഇടതുപക്ഷ ബദൽ തന്നെയാണ്. അത് ക്ഷീണിക്കുന്നത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബംഗാളിൽ അത് ക്ഷീണിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, ത്രിപുരയിൽ ക്ഷീണിച്ചപ്പോൾ കണ്ടതാണ്. കേരളത്തിലും അത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.
പിണറായി തന്നെയായിരിക്കുമോ പ്രതിപക്ഷത്തെ നയിക്കുക? അതൊക്കെ CPM തീരുമാനിക്കണം. അതിനുശേഷം LDF ചർച്ചയ്ക്ക് വരണം. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം ഞാൻ LDF പറഞ്ഞോളാം. എന്തായാലും ഇത്രയും നേരം സംസാരിച്ചതിൽ സന്തോഷം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. തുറന്ന ചർച്ചയ്ക്ക് നന്ദി.